സുരേഷ് ഗോപിയുടെ വിജയം വോട്ട് കൊള്ളയിലൂടെയാണെന്ന രൂക്ഷ വിമർശനവുമായി തൃശൂർ അതിരൂപത മുഖപത്രം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് 1,00,000-ഓളം പുതിയ വോട്ടുകൾ എങ്ങനെ വന്നുവെന്ന് അതിരൂപത മുഖപത്രമായ കത്തോലിക്ക സഭ. തൃശൂരിന് പുറത്തുള്ള 1,00,000-ഓളം ആളുകളെ വോട്ടർ പട്ടികയിൽ കുത്തിത്തിരികെയാണ് സുരേഷ് ഗോപിയുടെ വിജയമെന്നും കത്തോലിക്ക സഭയിലെ ലേഖനത്തിൽ വിമർശനം. തിയോഫിൻ ചേരുകയാണ്. തിയോഫിൻ, കത്തോലിക്ക സഭ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വലിയ തോതിൽ അവിടെ ആൾക്കാരെ വോട്ടർ പട്ടികയിൽ ചേർത്തു എന്ന വിമർശനം രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗത്തു നിന്ന് ഉയർന്നിരുന്നു. ഇപ്പോഴിതാ സഭയുടെ ഭാഗത്തു നിന്നും അത്തരത്തിൽ ആരോപണം വരുന്നു. തിയോഫിൻ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പായപ്പോഴേക്കും 1,50,000-ഓളം വോട്ടുകൾ പുതിയതായി തൃശ്ശൂരിൽ ചേർക്കപ്പെട്ടിരുന്നു. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ചേർക്കപ്പെട്ടിരുന്ന വോട്ടുകൾ ഇതെവിടെ നിന്ന് വന്നു എന്ന ഗുരുതരമായ ഒരു ചോദ്യമാണ് ഇപ്പോൾ കത്തോലിക്ക സഭ തന്നെ ഉന്നയിക്കുന്നത്. തൃശ്ശൂർ അതിരൂപതയുടെ മുഖപത്രമായ കത്തോലിക്ക സഭയിലാണ് ഈ ചോദ്യം. ഇതിലെ ഒരു ലേഖനം, ലേഖനത്തിൽ ഇത്തരം കൃത്യമായ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. 10.99% വന്ന വർധനവെന്ന് ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സുരേഷ് ഗോപി വിജയിച്ചത് 74,686 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ്. അങ്ങനെയെങ്കിൽ ഈ ഇത്രയും വോട്ടുകൾ തൃശ്ശൂരിന് പുറത്തു നിന്ന് തൃശ്ശൂരിൽ കൊണ്ടുവന്ന് ചേർത്ത് അത് വിജയത്തിനായി ഉപയോഗിച്ചു എന്നതാണ് അതിരൂപത മുഖമാസികയായ കത്തോലിക്ക സഭയിലെ ലേഖനം പറയുന്നത്. ഇത്തരത്തിൽ വോട്ട് അട്ടിമറി നടത്തി തന്നെയല്ലേ സുരേഷ് ഗോപിയുടെ വിജയമെന്നും ചോദിക്കുന്നുണ്ട്. തൃശ്ശൂരിന് പുറത്തെ ആളുകളെ 1,00,000-ഓളം ആളുകളെ വോട്ടർ പട്ടികയിൽ കുത്തിത്തിരികെ തന്നെയാണ് വിജയം നേടിയത് എന്നും ഈ ലേഖനം ആരോപിക്കുന്നുണ്ട്. UDF-ന്റെയും LDF-ന്റെയും സംഘടന ഇതിനെ മറികടന്ന്, അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനത്തിനെയൊക്കെ മറികടന്ന്, അല്ലെങ്കിൽ അവർ പോലും അറിയാതെ ഈ പ്രചാരണ പ്രവർത്തനങ്ങളും താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങളും നടത്തുന്നതിനിടയിൽ ആരും അറിയാത്ത രീതിയിൽ, ഒരു പക്ഷേ ആരും കടന്നില്ലാത്ത ഇടങ്ങളിൽ, നമുക്കറിയാം, നമ്മൾ തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്, ഫ്ളാറ്റുകളിൽ ഉൾപ്പെടെ, ആൾതാമസമില്ലാത്ത ഫ്ളാറ്റുകളിൽ ഉൾപ്പെടെ അവിടുത്തെ മേൽവിലാസങ്ങളിൽ നൂറുകണക്കിന് ആളുകളെ കുത്തിക്കയറ്റുന്നു. അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ നാട്ടിലില്ലാത്തവരുടെ പേരിൽ വോട്ട് ചേർക്കുന്നു. അങ്ങനെ 10,000-കണക്കിന് വോട്ടുകൾ അങ്ങനെ ചേർപ്പിച്ചതിൽ ഒരുപക്ഷെ ഈ 1,00,000-1.5 താഴെ വന്ന പുതിയ വോട്ടുകളിൽ ഭൂരിഭാഗം വോട്ടുകളും ഇത്തരത്തിൽ പുറത്തുനിന്ന് ചേർത്ത കുത്തിത്തിരികെ വോട്ടുകളെന്ന ആരോപണം ഇപ്പോൾ കത്തോലിക്ക സഭ കൂടി ഉന്നയിക്കുന്നു. നേരത്തെ സുരേഷ് ഗോപി മത്സരിക്കുന്ന സമീപനം സ്വീകരിച്ചിരുന്ന തൃശ്ശൂർ അതിരൂപത തന്നെയാണ്. ആ തൃശ്ശൂർ അതിരൂപതയുടെ മുഖപത്രമാണ് ഇപ്പോൾ വളരെ ഗുരുതരമായ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച ഇത്തരം ഒരു ചോദ്യം ഉന്നയിക്കുന്നത്. നേരത്തെ തന്നെ ഒരു പക്ഷേ നിരവധി പേർ ചൂണ്ടിക്കാണിച്ചിരുന്ന വിഷയങ്ങളാണ്. നമുക്കറിയാം, അതിരൂപതയുടെ ഒരു പ്രധാന ദേവാലയമായ ലൂർദ് പള്ളിയിൽ ജീവിതം ഉൾപ്പെടെ കൊണ്ടുകൊടുത്ത് ക്രൈസ്തവരുടെ വോട്ടുകൾ സമാഹരിക്കുക, അല്ലെങ്കിൽ ക്രൈസ്തവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സുരേഷ് ഗോപിയുടെ തന്ത്രങ്ങൾ, അത്തരം തന്ത്രങ്ങളുടെ ഒക്കെ മറവിൽ ഇതെല്ലാം നടക്കുന്നതിന് പിന്നിൽ ഈ BJP വളരെ തന്ത്രപരമായി തന്നെ വേറെ രീതിയിൽ വോട്ട് ചേർക്കൽ നടത്തിയിരുന്നു എന്നതാണ് നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത്. അത് നേരത്തെ തന്നെ പല ഭാഗങ്ങളിൽ നിന്ന് അത്തരം ആരോപണങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു. തെളിവ് സഹിതം പിന്നീട് വാർത്തകൾ പുറത്തുവിട്ടെന്ന് നമ്മൾ ഉൾപ്പെടെ വാർത്തകൾ പുറത്തുവിട്ടതാണ്. പക്ഷെ അതിലെല്ലാം നിഷേധിക്കുകയും ഒപ്പം അതിനെ ന്യായീകരിക്കുകയും ചെയ്തു BJP-യിലെ നേതാക്കൾ. ഈ പല സ്ഥലങ്ങളിലും ചേർക്കപ്പെട്ട വോട്ടുകളിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ എങ്ങും ആളുള്ളതായി ആർക്കും അറിയില്ല. ഒരുപക്ഷെ ഒരു ഫ്ളാറ്റിൽ ചേർക്കപ്പെട്ട വോട്ടുകളിൽ ആ ഫ്ളാറ്റ് ഉടമകൾ പോലും അറിയാതെ. തിയോഫിൻ, ഈ വിഷയത്തിന് ശേഷം, ഈ വാർത്തകളൊക്കെ പുറത്തു വന്നതിന് ശേഷം BJP നേതാക്കളോട് മാധ്യമങ്ങൾ നിരന്തരമായി ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ ഇനിയും ചേർക്കും, നിങ്ങൾക്ക് തടയാമെങ്കിൽ തടഞ്ഞോ എന്ന് വെല്ലുവിളിക്കുകയാണ് കെ സുരേന്ദ്രനും അതുപോലെ തന്നെ BJP-യുടെ മറ്റ് നേതാക്കളും. അതായത് ഈ ജനാധിപത്യ പ്രക്രിയയെ പൂർണ്ണമായും കൈപ്പിടിയിൽ ഒതുക്കിയ ഒരു ആത്മവിശ്വാസമാണ് അവരുടെ വാക്കുകളിൽ കാണുന്നത്. 1,00,000 വോട്ട് ഒരു മണ്ഡലത്തിൽ ചേർക്കുക, അത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു ആകുലതയുമില്ല, വേവലാതിയുമില്ല. അത് സംബന്ധിച്ച് ചോദിക്കുന്ന രാഷ്ട്രീയ കക്ഷികളോട് കൊഞ്ഞനം കുത്തി കാണിക്കുന്ന സമീപനം. BJP ആകട്ടെ ഇതെല്ലാം ഞങ്ങളുടെ പരിധിയിലാണ്, ഞങ്ങൾ ഇതൊക്കെ ചെയ്യും എന്ന് ഉറക്കെ വീണ്ടും പറയുകയാണ്. ആ സാഹചര്യത്തിലാണ് കത്തോലിക്ക സഭ ഇത്രയും ശക്തമായൊരു വിമർശനം ഉയർത്തിക്കൊണ്ടുവരുന്നത്. തീർച്ചയായും, അതായത് നേരത്തെ ഇത്തരത്തിലുള്ള പരാതികളും വ്യാപകമായി തന്നെ BJP തുടരുക.